അപ്പം സർജറി എന്ന് പറയുമ്പം പെട്ടെന്ന് അച്ഛനും അമ്മയും പാനിക് ആവുകയും സർജറി വേണോ അതല്ലാതെ വേറെ എന്താണ് പ്രൊസീജിയർ. ഹായ്, ഞാൻ ഡോക്ടർ ആദർശ്. ഒരു 4 വീക്സ് ബാക്കാണ് ഞാനിവിടെ ഡോക്ടർ അംജദ് സാറിനെ കാണാനായിട്ട് എത്തുന്നത്. അത് എൻ്റെ അമ്മയ്ക്കൊരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ കാലിലേക്ക് വേദന, സയാറ്റിക്ക എന്നാണ് അതിന് പറയുക. അതായത് വെയിറ്റ് എടുത്തതിന് ശേഷം ഡിസ്ക് ബൾജ് ആവുകയും ഡിസ്ക് നെർവിനെ കംപ്രസ് ചെയ്യുകയും അതുവഴി കാലിലേക്ക് വേദന വരുന്നൊരവസ്ഥയാണ്. അതിനുശേഷം പല ഓർത്തോ കൺസൾട്ടേഷൻ ചെയ്തു, ഒരുപാട് പെയിൻ മെഡിക്കേഷൻസ് എടുത്തു, ഈവൻ ആയുർവേദ ട്രൈ ചെയ്തു. ദെൻ 4 വീക്സ് ബാക്കാണ് അംജദ് സാറിനെ കാണാൻ വരുന്നത്. ഇവിടെ വന്നു MRI എടുത്തു. L4-L5 ഡിസ്ക് പ്രൊലാപ്സ് ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം കൃത്യമായ ട്രീറ്റ്മെന്റ് സർജറി ആണ് എന്നാണ് സാറ് പറഞ്ഞത്. അപ്പം സർജറി എന്ന് പറയുമ്പം പെട്ടെന്ന് അച്ഛനും അമ്മയും പാനിക് ആവുകയും സർജറി വേണോ അതല്ലാതെ വേറെ എന്താണ് പ്രൊസീജിയർ, അങ്ങനത്തെ രീതിയിൽ നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ ചിന്തിക്കുക. ദെൻ സാറ് പ്രൊസീജിയർ വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ആണ്, അത് പെൽഡ് എന്നാണ് സർജറിക്ക് പറയുന്നത്. അപ്പം സർജറി ചെയ്യുന്നു, അടുത്ത ദിവസം അല്ല അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഡിസ്ചാർജ് ആകാൻ പറ്റും. 1 സെന്റിമീറ്ററിൽ താഴെയുള്ള മുറിവേ ഉണ്ടാവും. അതുപോലെ തന്നെ സർജറിക്ക് ശേഷം നമുക്ക് പഴയതുപോലെ എണീറ്റ് നടക്കാം, എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ ചെയ്യാൻ പറ്റും, വേദന കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറും എന്നൊക്കെ പ്രൊസീജിയർ വളരെ കൃത്യമായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ദെൻ ഇവിടെ വന്നു, നമ്മൾ ഒരു ദിവസം അഡ്മിറ്റായി നെക്സ്റ്റ് ഡേ ആണ് സർജറി പ്ലാൻ ചെയ്തത്. അഡ്മിഷൻ ആയതിനു ശേഷം ഇവിടെ സിസ്റ്റർമാരും സ്റ്റാഫും എല്ലാവരും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മളെ ഭയങ്കര കംഫർട്ടിങ് ആക്കുന്ന പോലെ ആയിരുന്നു എല്ലാവരും. അതിനുശേഷം നെക്സ്റ്റ് ഡേ സർജറി ചെയ്തു. പോസ്റ്റ് ഓഫ് സെക്കൻഡ് ഡേ, അതായത് സർജറി ചെയ്തതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റി. സർജറിക്ക് ശേഷം ഒരു 10% വേദന പല പേഷ്യൻസിൽ, അതായത് ഒരു 10% പെയിൻ ചിലപ്പോൾ തിരിച്ച് വരാം എന്നുള്ളത് നേരത്തെ സാറ് പറഞ്ഞിരുന്നു. പക്ഷെ അമ്മയുടെ കേസിൽ വേദന തീരെ ഉണ്ടായില്ല, കംപ്ലീറ്റ് വേദന മാറുകയാണ് ഉണ്ടായത്. അതിനുശേഷം പോസ്റ്റ് ഓപ്പ് വളരെ കംഫർട്ടബിൾ ആണ് ഇപ്പം. സോ എ ബിഗ് താങ്ക്സ് ടു ഡോക്ടർ അംജദ് സാർ ആൻഡ് കിംസ് ഹോസ്പിറ്റൽ വലിയ.